യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ തൻ്റെ ഈ ഭൗതിക ജീവിതത്തിൽ അവൻ്റെ ജീവൻ നിലനിർത്തുന്നത് അവൻ നിത്യേന ഒരുക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് മാത്രമല്ല, എന്നാൽ അവനു വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ടുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തിന്മയോട് കർത്താവ് വചനം പറഞ്ഞാണ് വിജയം വരിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഏതൊരു തടസ്സത്തെയും ഏതൊരു ശത്രുവിനെതിരെയും പോരാടുന്നതിന് പകരം നിന്റെ നാവിൽ നിന്റെ മുന്നിൽ എഴുതപ്പെട്ടു വച്ചിരിക്കുന്ന വചനം ഉപയോഗിച്ച് ആ ശത്രുവിനെ വിജയം വരിക്കുവാൻ നിനക്ക് സാധിക്കും. ഏത് തടസ്സത്തെയും നിനക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും. നമ്മൾക്ക് വേണ്ടി ദൈവം തന്നെ മനുഷ്യനിലൂടെ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ആ വചനങ്ങളിലൂടെ നമുക്ക് വിജയം നേടുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, ആ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി അവൻ്റെ മുന്നിലുള്ള ശത്രുവിനെതിരെയും തടസ്സങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിലൂടെ അത് ചെയ്തു തരും. നിന്റെ ജീവിതം അനുഗ്രഹമാകും. നീ നിന്റെ നാവിലൂടെ നിന്റെ മുന്നിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ പറഞ്ഞ് നിന്റെ തടസ്സങ്ങളുടെ മേൽ നിനക്ക് വിജയം നേടുവാൻ സാധിക്കും. നിന്റെ ശത്രുവിനെ നിനക്ക് തകർക്കുവാൻ സാധിക്കും. ദൈവവചനത്തിലേക്ക് നമുക്ക് സ്നേഹത്തോടെ കടന്നു ചെല്ലാം, അടുത്ത് ചെല്ലാം. ആ ദൈവവചനം നമുക്ക് പഠിക്കാം. ആ ദൈവവചനം നമ്മൾക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ഉപയോഗിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. വിശ്വാസത്തോടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളാണ്. ദൈവം തന്നെയാണ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. വചനം ദൈവം തന്നെയാണ്. ആ വചനം നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾക്ക്, രോഗങ്ങൾക്ക്, ശത്രുക്കൾക്ക് എതിരായി വിജയം വരിക്കുന്നതിനുള്ള ആയുധമായി ഉപയോഗിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏവങ്കേലിയോനിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, സത്യവേദ പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് കർത്താവ് എഴുതി തന്നിരിക്കുന്ന ദൈവവചനങ്ങൾ നമ്മൾക്ക് ആയുധമാക്കി ഉപയോഗിക്കാം. അത് നിങ്ങൾക്കെപ്പോഴും സംരക്ഷണം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനങ്ങൾ നമ്മൾക്ക് വേണ്ടി തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ മക്കളെ ദൈവവചനത്താൽ നിറയ്ക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ലോകസമാധാനം തന്നതിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഉറങ്ങിക്കിടന്നിടത്തു നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷം വരെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവകൃപയാലാണ് എനിക്കെല്ലാം എല്ലാം ചെയ്യുവാൻ സാധിച്ചത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.